അപ്പോൾ നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇന്ന് തൊട്ട് നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാമുകളൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ രാവിലെ രണ്ടുപേർക്കും കുടിക്കാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി, പിന്നെ അവർക്ക് രണ്ടുപേർക്കുള്ള പാല് ബൂസ്റ്റൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ എനിക്കുള്ള ചായയൊക്കെ ഇട്ടു. അങ്ങനെ നമ്മുടെ സ്കൂളിലേക്കുള്ള പരിപാടികളൊക്കെ നമ്മൾ വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും 1-ാം തീയതിയാണ് സ്കൂൾ തുറന്നത്, ഇവർക്ക് 3-ാം തീയതിയാണ് ഇന്നാണ് സ്കൂൾ തുറന്നത്. അങ്ങനെ രണ്ടുപേരെയും രാവിലെ സ്കൂളിൽ വിടാനുള്ള ഒരുക്കങ്ങളൊക്കെ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാബിമോൻ എണീറ്റ് ഒന്ന് ബാഗൊക്കെ എടുത്ത് വെച്ച് നോക്കുക. കാണിച്ചേ. എല്ലാം എടുത്ത് വരും ഓരോന്നോരോ. കട്ടർ കാണിച്ചേ. അതിനകത്ത് വെച്ച് അടയത്തില്ല. അങ്ങനെ അതൊക്കെ റെഡിയാക്കി. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കാം. ഇന്ന് അങ്ങനെ നമ്മുടെ ചക്കവറ്റിലാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ ചക്കവറ്റിലും വെള്ളം ചൂടുവെള്ളം, ഇന്നലെ അതിന് മാത്രം മതി, വെള്ളവും സ്നാക്സും മാത്രം മതി. 11 മണി വരെ ഉള്ളൂ സ്കൂള്. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാം. രാവിലെ തുടങ്ങിയിട്ടുണ്ട് മേളം. ഇതെൻ്റെ സ്നാക്ക് ബോക്സ് അല്ല, നിൻ്റെതാ, ഞാൻ കളർ സെലക്ട് ചെയ്തതല്ല, അങ്ങനെ രണ്ടുപേരുടെ പിന്നെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ ഇന്ന് റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരുടെയും സ്നാക്സും വെള്ളവും ഒക്കെ റെഡിയാക്കി. പിന്നെ രണ്ടുപേരും ഒരുങ്ങി സുന്ദരക്കുട്ടന്മാരായിരുന്നു. പിന്നെ അങ്ങനെ റിച്ചു ആണ് ഞങ്ങൾ ഇന്ന് സ്കൂളിൽ കൊണ്ടുവിടാൻ ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പോൾ സച്ചു ഉണ്ട്. അങ്ങനെ സച്ചു ഇനി +2-ലോട്ടാണ്. അപ്പോൾ അവനെ മൗണ്ട് താബോറിൽ ഇറക്കിയിട്ട് വേണം ഞങ്ങൾ നേരെ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും നാണ്ട് സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങി. എല്ലാവരോടും ഒക്കെ യാത്ര പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ നാണ്ട് നമ്മുടെ സ്കൂളെത്തി. സ്കൂൾ അടിപൊളിയായിട്ടൊക്കെ അലങ്കരിച്ച് പുതിയ കുട്ടികളെയൊക്കെ വരവേൽക്കാനും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നാണ്ട് സ്കൂളിൽ വീണ്ടും കലകല ശബ്ദങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ബാക്ക് ടു സ്കൂൾ എന്നും പറഞ്ഞിട്ടൊരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാർട്ടൂൺ. അപ്പോൾ അതിനകത്തോട്ട് നിർത്തി രണ്ടുപേരും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് അവർ രണ്ടുപേരും നേരെ ക്ലാസ്സിലോട്ട് കയറിപ്പോയി. പഴയ ക്ലാസ്സിൽ തന്നെ കയറി ഇരുന്നാൽ മതി എന്ന് പറയുന്നത് വെച്ചാൽ കഴിച്ച് ലാസ്റ്റ് ഇയർ പഠിച്ച ഏത് ക്ലാസ്സാണോ ആ ക്ലാസ്സിൽ കയറി ഇരുന്നാൽ മതി, അവിടുന്ന് മിസ്സ് വന്ന് പുതിയ ക്ലാസ്സിലോട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും നേരെ ക്ലാസ്സിൽ കയറിപ്പോയി. ഞാനും റിച്ചു നേരെ തിരിച്ചിനി വീട്ടിലോട്ട് പോവാം. ഞാൻ നേരെ കടയിൽ ഇറങ്ങും, റിച്ചു നേരെ വീട്ടിലും പോകും. നമ്മുടെ റോഡിൻ്റെ അവസ്ഥയാണിത്. ഇതിലേക്കൂടെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2 വീലറിൽ വരാൻ അതിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു വിധ ബുദ്ധിമുട്ടിയാണ് സ്കൂളിലോട്ട് എത്തുന്നത്. 2 വീലറിലാണെങ്കിലും കാറിലാണെങ്കിലും കൊണ്ടുവിടാൻ വരുന്നതും വിളിക്കാൻ വരുന്നതും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയിട്ടാണ് എല്ലാ പേരൻസും ഈ സ്കൂളിലോട്ടൊന്ന് എത്തുന്നത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കൂട്ടത്തിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എല്ലാവരും.